ഗൈസ്, ഇതാ കാണുന്നു മഞ്ജു ചേച്ചിയുടെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റീക്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റീക്രിയേഷനൊന്നും അല്ല കേട്ടോ. നമ്മൾ അതേ മോഡലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിന്ന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത് മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ ഇതേ ലൈനിങ് കൂട്ടാം, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സെയിം മെറ്റീരിയലോ അല്ലെങ്കിൽ ആ സെയിം കളറിലൊന്നുമല്ല, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു കോട്ട് സെറ്റ് അത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് വയലറ്റ്. ആ വയലറ്റിൽ തന്നെ ഒരു കോട്ട് സെറ്റ് കണ്ടപ്പോൾ അതെൻ്റെ കണ്ണിൽ ഇങ്ങനെ കിടന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം മുതലേ നമുക്ക് സ്റ്റിച്ചിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് കണ്ടാലും അതേ മോഡലൊന്ന് എങ്ങനെയും ഒന്ന് തയ്ച്ചെടുക്കണം എന്ന് എപ്പോഴും തോന്നിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ തയ്ക്കാൻ തുടങ്ങിയത്. ഇതിന് റീക്രിയേറ്റ് എന്ന് പറയുമോ അതോ അതേ മോഡൽ എടുത്ത് തയ്ക്കുമോ എന്ന് പറയുക, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അങ്ങനെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഇത്ര ഇഷ്ടമുള്ള കളറായതുകൊണ്ട് തന്നെ ആ ഓണത്തിൻ്റെ പരസ്യം മൊത്തം എന്നിൽ ഭയങ്കരമായി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കണം എന്ന്. അപ്പം അങ്ങനെ കുറേ നാളുകളായിട്ട് നമുക്ക് ഓരോ തിരക്കുകളും കാര്യങ്ങളും ഉണ്ണിയൊക്കെ ആയതുകൊണ്ട് തന്നെ തയ്ക്കാൻ ഇങ്ങനെ നീണ്ടു പോയിക്കായിരുന്നു. പിന്നെ മീഷോയിൽ നിന്ന് ഈ തുണി വാങ്ങിച്ചതിരിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് എന്തായാലും തയ്ക്കാം, വേറൊരു മെറ്റീരിയൽ ഒന്നും എടുക്കണ്ട. ഇതാകുമ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ഇടും ചെയ്യാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും തയ്ക്കാൻ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് തയ്ച്ച് കഴിയുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം പല ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അതായത് ഉണ്ണിയുള്ളത് കൊണ്ട് തന്നെ അവളെ മാനേജ് ചെയ്തിട്ട് വേണം നമുക്ക് കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും. ഞാൻ പലപ്പോഴും രാത്രികളിലൊക്കെ ഇരുന്നിട്ടാണ് കട്ട് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കട്ട് ചെയ്യാൻ. അവൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. തയ്ക്കാൻ പിന്നെ ഇരിക്കാം, സ്റ്റിച്ചിങ്ങിന് ഇരിക്കാൻ പറ്റും, പക്ഷേ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ അവളെ ഇടഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിന് ഇരിക്കാൻ പറ്റില്ല, കട്ടിങ്ങിന് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മോളാണ് എൻ്റെ പൊന്നു മോള്, അകൃത മോള്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മൾ പല ഘട്ടങ്ങളിലായി പല ദിവസങ്ങൾ അത്യാവശ്യം കേസുകളൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മഞ്ജു ചേച്ചിയുടെ പോലെ തന്നെ ആയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.